അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ 7ാം ക്ലാസിന്റെ ഉലൂമുദ്ദീൻ ക്വസ്റ്റ്യൻ പേപ്പർ അനുസരിച്ചാണ് വായിക്കുന്നത്. തീർച്ചയായിട്ടും ഉപകാരപ്പെടും. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷമാണ് ബുക്കൊക്കെ മാറിയിട്ടുള്ളത്. 100 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമതായി കോളത്തിൽ ശരി അടയാളപ്പെടുത്താം. 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്, അതിൽ ശരി മാത്രം ടിക്ക് ചെയ്യാനാണ്. ഒന്നാമതായി രക്തം ശുദ്ധീകരിക്കുന്ന അവയവം കുടല്, ആമാശയം, വൃക്ക. ഏതാണ് ഉത്തരം? വൃക്ക എന്നുള്ളതാണ്. രണ്ടാമത്തത് 2ാം ഖലീഫ അധികാരമേറ്റ വർഷം ഹിജ്റ 13, ഹിജ്റ 12, ഹിജ്റ 11. ഉത്തരം ഹിജ്റ 13. മൂന്നാമത്തെ ചോദ്യം, 5ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്നു ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, അബ്ദുൽ മലിക്, അൽ മുഅ്തസിം. എന്താണ് ശരി? ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. നാലാമത്തത് ആദ്യത്തെ അബ്ബാസി ഖലീഫ അസ്സിഫാഹ്, അൽ മുഅ്തസിം, മർവാൻ. ഏതാണ് ഉത്തരം? അസ്സിഫാഹ്. അഞ്ചാമത്തത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥം അൽ ഫിഖ്ഹുൽ അക്ബർ, കിതാബുർ റിസാല, അൽ മുസ്നദ്. ഏതാണ് ഉത്തരം? കിതാബുർ റിസാല. ആറാമത്തത് അല്ലാഹു തആലയുടെ നാമങ്ങൾ 100, 99, 101. ഏതാണ് ഉത്തരം? 99. അടുത്ത ചേരുംപിടി ചേർക്കുക. ലെറ്റേഴ്സ് കൊടുത്തിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. 7ാമത്തത് ഫാത്തിഹത്തുൽ കിതാബ് ലെറ്റർ ഇ അന്നഹ ഫുതിഹ ബിഹാ കിതാബുല്ലാഹ്. ഫാത്തിഹത്തുൽ കിതാബ് എന്ന് പേര് വെക്കാൻ കാരണം എന്താണ്? ഈ പേര് വെക്കാനുള്ള കാരണം എന്താണ് ചോദിക്കുന്നത്. ഫാത്തിഹ പേര് വെക്കാനുള്ള കാരണം ഫാത്തിഹ കൊണ്ടാണ് ഖുർആൻ ആരംഭിക്കുന്നത്. 8ാമത്തത് ഉമ്മുൽ ഖുർആൻ ലെറ്റർ എ ലി അന്നഹ അസ്ലുൽ ഖുർആൻ. ഉമ്മുൽ ഖുർആൻ എന്ന പേര് വെക്കാൻ കാരണം എന്തായിരുന്നു? അത് ഖുർആനിന്റെ ഫാത്തിഹ ഖുർആനിന്റെ അടിത്തറയാണ്. 9ാമത്തെ അസ്ബഉൽ മസാനി ലെറ്റർ ബി ലി അന്നഹ തുസ്ന ഫീ കുല്ലി സ്വലാത്ത്. സബഉൽ മസാനി എന്ന ഫാത്തിഹ പേര് വെക്കാനുള്ള കാരണം എല്ലാ നിസ്കാരത്തിലും ഫാത്തിഹ ആവർത്തിച്ചു ഓതുന്നു എന്നുള്ളതാണ്. 10ാമത്തത് അഷ്ശാഫിയ ലെറ്റർ സി ഫഇന്നഹ ശിഫാഉ മിൻ കുല്ലി ദാഇൻ. ഫാത്തിഹക്ക് ഷാഫിയ എന്ന് പേര് വെക്കാനുള്ള കാരണം ഫാത്തിഹ എന്ന സൂറത്ത് എല്ലാ രോഗത്തിനും മരുന്നാണ്. അതുകൊണ്ടാണ് ആ പേര് വെച്ചിട്ടുള്ളത്. 11 വൽ ബസ്മലത്തു ലെറ്റർ ഡി ആയത്ത് മിനൽ ഫാത്തിഹ. ബിസ്മി എന്നുള്ളത് ഫാത്തിഹയിൽപ്പെട്ട ഒരു ആയത്താണ്. അടുത്ത് പൂരിപ്പിക്കുക. 12 ഉമവി ഭരണം ഹിജ്റ 41 മുതൽ 191 വരെ നീണ്ടു നിന്നു. 13ാമത്തത് ഇലാഹ് സർവാധിപനും സർവശക്തനുമായിരിക്കണം. 14 വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹ്ക്ക് അസ്മാൽ ഹുസ്ന എന്ന പേരുകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നാണ് അർത്ഥം. 15ാമത്തത് ഹിജ്റ 35 അലി ഇബ്നു അബീ ത്വാലിബ് കറമല്ലാഹു വജ്ഹഹു ഭരണമേറ്റു. 16 നീളം, വീതി, ആഴം, സമയം, സ്ഥലം എന്നിവ കൊണ്ട് അളക്കാൻ പറ്റുന്ന ഏതും പ്രപഞ്ചമാണ്. 17ാമത്തത് മൻഫീ ത്വരീഖിൻ ലിതഅല്ലുമി യസ്ലുകു ഫഇലൽ ജിനാനി ലഹു ത്വരീഖുൻ സുഖില. ബൈത്താണ് പൂരിപ്പിക്കാനുള്ളത്. ആരെങ്കിലും ഇൽമിന്റെ വഴിയിൽ പ്രവേശിച്ചാൽ അവനെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നതാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഒറ്റവാക്കിൽ ഉത്തരം എഴുതാം. 18ാമത്തെ ചോദ്യം 100 റക്അത്തിനേക്കാളും പുണ്യമുള്ള കാര്യം ഏത്? ഉത്തരം ഇൽമിൽ നിന്ന് ഒരു അധ്യായം പഠിക്കൽ. 19ാമത്തെ ചോദ്യം ഹിജ്റ 41 ഏത് പേരിൽ അറിയപ്പെടുന്നു? ആമുൽ ജമാഅ അഥവാ ഐക്യവർഷം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചോദ്യം 20 ഉപ്പക്ക് വേണ്ടി വയറിൽ ചേർത്ത് പിടിച്ച് വെള്ളം ചൂടാക്കിയ വ്യക്തി ആര്? അൽ ഫളൽ ഇബ്നു യഹ്യ. 21ാമത്തെ ചോദ്യം റഹിമകില്ലാഹു കമാ റബ്ബൈതനി സ്വഗീറ ഇപ്രകാരം പറഞ്ഞതാര്? ഉത്തരം
അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. 22ാമത്തെ ചോദ്യം, 4 മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെട്ടത് ഏത് കാലഘട്ടത്തിലാണ്? അബ്ബാസി കാലഘട്ടത്തിൽ. ചോദ്യം 23, ഫാത്തിഹക്ക് മുമ്പ് സുന്നത്തായ കാര്യം എന്ത്? അഊദു ഓതൽ. ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. സെന്റൻസ് ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം 24, എല്ലാം സംവിധാനിച്ചത് അല്ലാഹു തആലയാണെന്നതിന് ആകാശത്തിലുള്ള 2 ദൃഷ്ടാന്തങ്ങൾ എഴുതുക. ഒന്ന് ഗ്രഹങ്ങൾ, രണ്ടാമത്തത് ഉപഗ്രഹങ്ങൾ. 25ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച രാഷ്ട്ര ഭരണഘടന ഏതായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥാപിച്ച രാഷ്ട്രത്തിന്റെ ഭരണഘടന എന്തായിരുന്നു? ഉത്തരം വിശുദ്ധ ഖുർആനും നബിചര്യയും. 26ാമത്തെ ചോദ്യം, 1-ാം ഖലീഫ ഭരണമേറ്റെടുത്തപ്പോൾ നേരിടേണ്ടി വന്ന 2 പ്രശ്നങ്ങൾ എഴുതാം. ഒന്ന്, കള്ളപ്രവാചകത്വവാദികൾ രംഗത്ത് വന്നു. 2, മുസ്ലിങ്ങളിൽ ചിലർ സക്കാത്ത് നൽകില്ലെന്ന് ഷടിച്ചു. ചോദ്യം 27, അല്ലാഹു തആലയെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്? ഉത്തരം അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. 28ാമത്തെ ചോദ്യം, ഉമവേ ഖിലാഫത്ത് അവസാനിക്കാൻ കാരണമെന്ത്? ഉമവേ ഖലീഫ മർവാനു സാനി വധിക്കപ്പെട്ടതോടെ. 29ാമത്തെ ചോദ്യം, റിദല്ലാഹു ഫീ റിദൽ വാലിദൈനി വസഖത്തുല്ലാഹി ഫീ സഖത്തിൽ വാലിദൈനി എന്നതിന്റെ സാരമേതുക. മീനിങ് എഴുതാനാണ്. അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളെ തൃപ്തിയിലും അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്. ഇനി 30ാമത്തെ ചോദ്യം, ഉമവി ഭരണത്തിനിടയിൽ അല്പകാലം അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഖലീഫയായി. എങ്ങനെ? ഉത്തരം മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ യസീദിനെ ഖലീഫയാക്കിയതിനെ എതിർത്ത അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ മക്കയിലും മദീനയിലുമുള്ളവർ എതിർത്തതുകൊണ്ട്. ചോദ്യം 31, ആരാണ് ഖലീഫ? ഉത്തരം മതഭൗതിക കാര്യങ്ങളിൽ നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് ഖലീഫ. 32ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 5 വരിയിൽ കുറയാതെ വിന്യസിക്കുക എന്നുള്ളതാണ്. പാരഗ്രാഫ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. എന്താണ് ചോദ്യം? അൽ ഖുലഫാഉർ റാഷിദുകളുടെ ഭരണ നേട്ടങ്ങളെ കുറിച്ച് എഴുതാനാണ്. രാജ്യം സംസ്ഥാനങ്ങളായി വിഭജിച്ചു. നേതൃസ്ഥാനത്ത് അമീറുമാരെ നിയമിച്ചു. വിശുദ്ധ ഖുർആൻ മുസ്ഹഫ് രൂപത്തിലാക്കി. ശത്രുക്കളെ അമർച്ച ചെയ്ത് ഇസ്ലാമിക രാഷ്ട്രത്തെ വിശാലമാക്കി. കോടതികൾ സ്ഥാപിച്ച് ഖാലിമാരെ നിയമിക്കുകയും നിയമവാഴ്ച ഉറപ്പാക്കുകയും ചെയ്തു. ജുമാക്ക് 2 അദാനുകൾ ഏർപ്പെടുത്തി. വേറെയും കുറേയുണ്ട്, 5 മാത്രം എഴുതിയാൽ മതി. അവസാനത്തെ ക്വസ്റ്റ്യൻ 33ാമത്തതാണ്. അതും പാരാഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. അല്ലാഹു തആല ഖരമോ ദ്രാവകമോ വാതകമോ പ്ലാസ്മയോ അല്ല. ഖരം എന്ന് പറഞ്ഞാൽ സോളിഡ് ആയ സാധനം, ദ്രാവകം ലിക്വിഡ്, വാതകം ഗ്യാസ്, പ്ലാസ്മ എന്ന് പറഞ്ഞാൽ വെൽഡ് ചെയ്യുമുണ്ടാകുന്ന തീനാളത്തിനാണ് എന്ത് പറയാം? പ്ലാസ്മ എന്നൊരു ഉദാഹരണമായി പറയാം. അപ്പൊ അതിനെ കുറിച്ചാണ് എഴുതേണ്ടത്. പ്രാപഞ്ചികമായ ഒരു സ്വഭാവവും ഇല്ലാത്തവനാണ് അല്ലാഹു തആല. അവൻ പ്രപഞ്ചേതരനാണ്. അവൻ ഖരമോ ദ്രാവകമോ വാതകമോ പ്ലാസ്മയോ അല്ല. അവന് സ്ഥലമില്ല, പ്രായമില്ല, അവയവങ്ങളില്ല, തുടക്കമോ ഒടുക്കമോ ഇല്ല. അവന് ആരും ഉണ്ടാക്കിയതല്ല. അപ്പോൾ അല്ലാഹു തആലയെ സൃഷ്ടിച്ചത് ആരാണെന്ന ചോദ്യം അസംബന്ധമാണ്. കാരണം എന്നുമുള്ളവനെ ഉണ്ടാക്കിയതാര് എന്ന ചോദ്യം ശരിയല്ല. ഇബ്ലീസും അവന്റെ അനുയായികളുമാണ് ഇത്തരം ചോദ്യങ്ങളുമായി നമ്മെ സമീപിക്കുന്നത്. ഏതാണ്ട് 40ഓളം അടുത്ത് 33 ക്വസ്റ്റ്യൻ ആണ് ആഫിർ ചോദിച്ചിട്ടുള്ളത്, അഥവാ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത്. നന്നായി പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. പൊതുപരീക്ഷ ക്ലാസ് കൂടിയാണ് ഓർമ്മയോടെ നന്നായി പഠിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.